So anyway, I invite Dr. Usha Menon to speak a few words. പ്രിയപ്പെട്ട നജീബ് സർ, ബിൽഡിംഗ് ഓണറും ഐമാക്സ് ഓഡിറ്റോറിയത്തിൻ്റെ ഓണറുമായ ലത്തീഫ് സാറും സുബൈർ സാറും ആൻഡ് പ്രിൻസിപ്പൽ മിസ്റ്റർ പ്രവിരാജ് ആൻഡ് ടീച്ചേഴ്സ്, പിന്നെ രക്ഷിതാക്കളും എൻ്റെ കൊച്ചുകുട്ടികൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ? ഏത് ഭാഷയിലാണ് നിങ്ങൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ അതിൽ പറയാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഒന്ന് ഇരുന്നേ. എല്ലാവരും ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് വന്നിരുന്നേ. നമുക്ക് കുറച്ചൊരു 10 മിനിറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. നിങ്ങൾക്കും അവസരം തരാം ഞാൻ. എല്ലാവരും ഇരിക്കും. നിങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലാണ് ഓർമ്മ വരുന്നത്. എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. അച്ഛന് ഒരുപാട് സ്ഥലത്ത് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ കൽക്കട്ടയിലാണ് ഞാൻ ജനിച്ചത്. അത് കൽക്കട്ടയിൽ നിന്ന് ഒരു 28 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ട്രാൻസ്ഫർ ആയിട്ട് വേറെ സ്ഥലത്ത് പോയി. ബരേലി, റായ്ബറേലി കേട്ടിട്ടുണ്ടാ? ആ പാട്ട് കേട്ടുന്നില്ലേ? റായ്ബറേലി മേ ഝുംകാ ഗിരാരേ പാട്ട് കേട്ടിട്ടുണ്ടോ? ആ റായ്ബറേലിയിലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് നാസിക്, ജോധ്പൂർ, രാജസ്ഥാൻ, അങ്ങനെ ഒരുപാട് സ്ഥലത്താണ് ഞാൻ പഠിച്ചത് കുട്ടിക്കാലം. അതിൽ ഒരുപാട് കൾച്ചേഴ്സ്, ഡിഫറെന്റ് കൾച്ചേഴ്സ്, അതായത് കൾച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മളെ ജീവിത രീതി, അങ്ങനെ പല നമ്മുടെ നാട്ടിലുള്ള ജീവിത രീതി അല്ല ഈ നോർത്തിലൊക്കെ ഉള്ളത്. അപ്പൊ അത് എനിക്ക് ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ ഒരു അച്ഛൻ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് ഓരോ ആൾക്കാരെ ജീവിത ശൈലികളൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. നമുക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവരെ പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ പലവിധ ആൾക്കാരെ പറ്റി. പക്ഷെ എൻ്റെ അച്ഛൻ ഒരു ആർമിയിലായിരുന്നു. ഒരുപാട് വലിയ പോസ്റ്റിലൊന്നും ആയിരുന്നില്ല. അമ്മ വർക്കിംഗ് ആയിരുന്നില്ല. ഞങ്ങൾ 3 കുട്ടികളാണ്. ഇപ്പൊ അവരൊക്കെ വലിയ നിലയിലാണ്. ഡോക്ടറാണ്, PhD എല്ലാം കഴിഞ്ഞിട്ട് പല സ്ഥലത്തുമാണ് അവര്. എൻ്റെ സിസ്റ്റർ, ഞങ്ങൾ 3 പേര്. പക്ഷെ എൻ്റെ അച്ഛൻ ഞങ്ങൾക്ക് തന്ന പാഠം എന്താന്ന് വെച്ചാല്, ഞങ്ങളെ വളർത്തിയത് ചെറിയൊരു വരുമാനം ഉണ്ടെങ്കിലും നമുക്ക് എന്തു അച്ചീവ് ചെയ്യാം, ആ ഒരു പാഠം കൊണ്ടാണ് ഞങ്ങൾ വളർന്നു വന്നത്. ഇപ്പൊ ചെറിയ വരുമാനം ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാം, ഒരു സ്വപ്നം കാണാനൊരു അന്നൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 3ാം ക്ലാസ് ആയപ്പോ ഞാൻ ആദ്യം, അച്ഛൻ ലേയിലായിരുന്നു. ലേ, ലഡാക്ക്, കശ്മീറൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, യുദ്ധം നടക്കുന്ന സ്ഥലം. അവിടെ അച്ഛൻ്റെ യുദ്ധത്തിലൊക്കെ പോയിരുന്നു. അപ്പൊ ഞങ്ങളൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങള് കോഴിക്കോട്, എൻ്റെ നാട് കോഴിക്കോടാണ്. കോഴിക്കോട് കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്.